സച്ചൻ, വന്ദ്യരായ വൈദിക ശ്രേഷ്ഠരെ, ശമാശ, പ്രത്യേകമായിട്ട് ഈ ബർത്ത്ഡേ സെലിബ്രേഷനിലേക്ക് കടന്നു വന്നിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ബഹുമാനപ്പെട്ട മാത്യു സച്ചൻ്റെ 70th ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഈ സെലിബ്രേഷനിൽ വന്ന് സംബന്ധിക്കുവാനുള്ളതായ ഒരു ഭാഗ്യം ദൈവം തന്നു ഓർത്ത് മുന്നമേ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ സ്വദേശമെന്ന് പറയുന്നത് തിരുവല്ല തുരുത്തിക്കാടാണ്. അവിടെയാണ് ഞാൻ ജനിച്ചത്. 2-3 വയസ്സ് വരെ വളർന്നവിടാണ്. അതിനുശേഷം മലബാറിലായിരുന്നു എൻ്റെ പിന്നീടുള്ള വളർച്ചയും വിദ്യാഭ്യാസവും അതുപോലെ മറ്റ് യൂണിവേഴ്സിറ്റി പഠനങ്ങളുമെല്ലാം. എന്നാൽ എൻ്റെ അമ്മ വീട് മഴിക്കീരിലാണ്, തിരുവല്ല മഴിക്കീർ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ ഈ അവധിക്കാലങ്ങളിൽ കൊച്ചിലെ ഞാൻ മമ്മിയുടെ വീട്ടിൽ വരുമ്പോൾ ഒരിക്കൽ അവിടെ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഒരച്ഛനും കുറച്ച് ആളുകളും കൂടി ഇരിക്കുന്ന ഒരു ഫോട്ടോ. അപ്പം എൻ്റെ ഗ്രാൻഡ് ഫാദറിനോട് ഞാൻ ചോദിച്ചു, ഇതേത് അച്ഛനാ? അന്നേരം വരെ തൈക്കൂട്ടത്തിൽ അച്ഛൻ്റെ ഫോട്ടോയാണ്. അച്ഛൻ ഇപ്പോൾ ഇവിടെ ഇല്ല. അച്ഛന് മഴിക്കറ്റി പള്ളിയിലെ വികാരിയായി സേവനം അനുഷ്ഠിച്ചിരുന്നപ്പോൾ അന്നത്തെ കമ്മിറ്റി അംഗങ്ങളുടെ കൂടെ എടുത്തൊരു ഫോട്ടോയാണ്. അച്ഛൻ ഇപ്പോൾ അമേരിക്കയിലാണെന്ന് അന്നെന്നോട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. അച്ഛനെ ഞാൻ അതിന് മുമ്പ് കണ്ടിട്ടില്ല. അച്ഛനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് 2006 അമേരിക്കയിൽ ഞാൻ ഒരു വൈദികനായി വിസിറ്റ് ചെയ്യുമ്പോഴാണ്. അന്ന് ഈ താമ്പയിലേക്ക് കടന്നു വരികയും ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും അച്ഛനോട് കൂടെ താമസിക്കുകയും ഒക്കെ ചെയ്യുവാൻ ദൈവം ഇടയാക്കി. അന്നു മുതലേ തുടരുന്നതായ ബന്ധം ഇന്ന് വളരെ വലുതായിക്കൊണ്ട് ദൈവ ഹിതത്താൽ മുന്നോട്ട് പോകുകയാണ്. സൽമോന് അച്ഛൻ്റെ 70th ബർത്ത്ഡേക്ക് ക്ഷണിച്ചപ്പോൾ ഞാനും അഫീന തിരുമേനി ഓർമ്മിപ്പിച്ചതുപോലെ ന്യൂജേഴ്സിയിൽ ഒരു പള്ളിയിലെ വിശുദ്ധ കുർബാനയൊക്കെ ഏറ്റെടുത്തിരുന്നു. അത് കഴിഞ്ഞ് വരാമെന്ന് ഞാൻ സമ്മതിച്ചപ്പോൾ സൽമോൻ പറഞ്ഞ അച്ഛനോട് പറയരുത്, ഒരു സർപ്രൈസ് പാർട്ടിയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ എന്നെ വിളിക്കാറുണ്ട്. അപ്പം അന്ന് മുതൽ ഞാൻ ഓർക്കുന്നുണ്ട്, അച്ഛൻ വിളിക്കുമ്പോൾ ചോദിക്കുക, എന്നാൽ ഇനി താമ്പയിലോട്ട് വരുന്നെന്ന് ചോദിക്കും. അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, അച്ഛൻ വിളിച്ച കള്ളം പറയണമല്ലോ. എന്നാ താമ്പയിലോട്ട് വരുന്നു പറയുമ്പോൾ ഞാൻ ഞായറാഴ്ച വരുന്നുണ്ട് അച്ഛാ എന്ന് പറയാനും ഒക്കത്തില്ല. ഏതായാലും അച്ഛൻ അതിനുശേഷം എന്നെ ഇന്നുവരെ വിളിച്ചില്ല. അതുകൊണ്ട് അങ്ങനൊരു കാര്യം പറയേണ്ടതായിട്ട് ഇടവന്നിട്ടില്ല. എങ്കിലും അച്ഛൻ്റെ ഈ സപ്തതിയിൽ നിങ്ങളുടെ എല്ലാം മുമ്പിൽ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അച്ഛന് ആശംസകൾ അർപ്പിക്കുവാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതിലുപരിയായി ഇന്ന് അമേരിക്കയിലെ അല്ലെങ്കിൽ ലോകത്തെമ്പാടുമുള്ളതായ മാധ്യമങ്ങൾ കൂടെയും അതുപോലെയുള്ള മാധ്യമങ്ങൾ കൂടെയൊക്കെ നാം വായിച്ചറിയുന്നുണ്ട്, മക്കളുടെ സ്നേഹം അനുഭവിക്കാത്ത മാതാപിതാക്കളെ നോക്കാത്തതായ മക്കള്, അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിലെ സമൂഹത്തിലെ ലോകത്ത് നാം ജീവിക്കുമ്പോൾ അവരുടെ പ്രിയപ്പെട്ട പിതാവിനെ സർപ്രൈസ് ആണെങ്കിൽ കൂടെ ഇത്ര ആഘോഷപരമായി ആ പിതാവിൻ്റെ സപ്തതി ആഘോഷിക്കുവാൻ ആ മക്കൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ദൈവം ഇടയാക്കി. അവരെ അതിനെ ദൈവം നിയോഗിച്ചു. ദൈവം അവര് തങ്ങളുടെ പിതാവിനോട് കാണിച്ച ആ വലിയ സ്നേഹം ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത്ര മനോഹരമായി ഇത്രയും ആളുകളെ ഒക്കെ ക്ഷണിച്ച് ഇത്ര മനോഹരമായി ഈ പരിപാടി ആസൂത്രണം ചെയ്ത മക്കളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് അവർക്കൊരു ബിഗ് ക്ലാപ്പ് ഇപ്പോൾ അവർക്ക് കൊടുക്കാം. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ആൻഡ് വണ്ടർഫുൾ ഒക്കേഷൻ യു ഹാവ് ഡൺ ഫോർ യുവർ ഫാദർ. ഇത് നമ്മളൊക്കെ വളരെ സന്തോഷമുള്ള ദിവസമാണ്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം ക്നാനായ സമുദായത്തില് ശ്രേഷ്ഠമായി വൈദിക ശുശ്രൂഷ ചെയ്ത ഒരു വൈദികനാണ്. ക്നാനായ സമുദായത്തിലെ വലിയ ദേവാലയങ്ങളിലൊക്കെ ഇടവക വികാരിയായിരുന്ന് നല്ല സേവനം അനുഷ്ഠിച്ച് അമേരിക്കയിലേക്ക് കടന്നു വന്ന്
ഈ താമ്പ പ്രദേശത്ത് ഉള്ളതായ ചുരുക്കം ചില ആളുകളെ കൂട്ടി ഇവിടെ ഒരു ജ്ഞാനായ ദേവാലയം ഉണ്ടാക്കിയും അതേസമയം തന്നെ മയാമിയിലേക്ക് കടന്നു ചെന്ന് അവിടെയും ഒരു കോൺഗ്രിഗേഷൻ ഉണ്ടാക്കി ഈ അടുത്ത കാലം വരെ അവിടെയും ശുശ്രൂഷ ചെയ്ത് തന്നെ ദൈവം നിയോഗിച്ചതായ കർമ്മ മേഖലയെ ഏറ്റവും വിശ്വസ്തയോടും ആത്മാർത്ഥതയും കൂടെ ശുശ്രൂഷിച്ച വൈദിക ശ്രേഷ്ഠനാണ്. കാലം ചെയ്ത അഭിമന്യനായ ക്ലീമീസ് മെത്രാപ്പോലീത്തായിൽ നിന്ന് 1967 അച്ഛൻ ശമാശ സ്ഥാനം സ്വീകരിച്ച് 1971 വൈദികനായി ഈ സഭാ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിത്തിരിച്ചു. ഇന്ന് 41 വർഷമായി അച്ഛൻ വൈദികനായിട്ട് ഈ സഭയെ ശുശ്രൂഷിക്കുന്നത്. അച്ഛൻ്റെ വൈദിക ശുശ്രൂഷയുടെ കാലം കണക്ക് കൂട്ടിയാൽ എൻ്റെ പ്രായം അതിലും കുറവാണ്. അപ്പം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ വൈദികനായ ഒരു അച്ഛനാണ്. അച്ഛൻ്റെ സേവനങ്ങള് അച്ഛൻ ശുശ്രൂഷ ദേവാലയങ്ങളിലൊക്കെ അന്വേഷിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ദൈവത്താൽ സമർപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുവാനും എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും അത് പ്രയോജനകരമായി ഇടവയ്ക്കും സമുദായത്തിനും സഭയ്ക്കും ഉള്ളതാണെന്ന് തോന്നിയാൽ യാതൊരു വ്യത്യാസവുമില്ലാതെ അതിൽ അടിയുറച്ചു നിന്ന് മുന്നോട്ട് കൊണ്ടുപോകുവാൻ അച്ഛൻ്റെ നേതൃത്വ പാഠവും വളരെ വിശിഷ്ടമാണ്. അതുപോലെ തന്നെ ദൈവത്തിൽ സമർപ്പിതമാണ്. അച്ഛനോട് എന്ത് സംസാരിച്ചാലും ചോദിച്ചാലും ദൈവത്തിൽ സമർപ്പിക്കുക, പ്രാർത്ഥിക്കുക, ദൈവം എല്ലാത്തിനും പരിഹാരം കാണുമെന്ന് പറഞ്ഞ് എപ്പോഴും പല കാര്യങ്ങളിലും എന്നോട് എന്നെ ഉപദേശിക്കുകയും അതുപോലെ തന്നെ എന്നോട് പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. തീവ്രമായ ദൈവവിശ്വാസം, തൻ്റെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ താൻ ഏറ്റെടുത്തതായ ജോലി വിശ്വസ്തയോടെ ചെയ്യുക എന്നുള്ളതായ ഉത്തരവാദിത്തം, അതൊക്കെ നിറവേറ്റുന്നതിൽ ഇന്ന് വരെ അച്ഛന് യാതൊരു കുറവും വന്നിട്ടില്ല. ഇനി മുന്നോട്ടുള്ള ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇതോടൊപ്പം അച്ഛൻ്റെ സഹധർമ്മിണിയായി ദൈവം കൊടുത്തതായ കൊച്ചമ്മ അച്ഛനോട് എന്ന് അവരുടെ വിവാഹബന്ധത്തിലൂടെ വന്നായോ അന്നു മുതൽ ഇന്നയോളം അച്ഛൻ്റെ കൂടെ എല്ലാ ആവശ്യങ്ങളിലും നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ആ ശുശ്രൂഷകളിലെ കൂട്ടായിരുന്ന് അച്ഛന് ബലവും ശക്തിയും ഒക്കെ നൽകുവാൻ കൊച്ചമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കൊച്ചമ്മയെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അതുപോലെ അച്ഛൻ്റെ മക്കൾ അവരുടെ കുടുംബാംഗങ്ങളെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഈ നല്ല ദിനത്തില് ഈ പരിപാടി ആസൂത്രണം ചെയ്യുവാനും ഇത്രയും സക്സസ്ഫുൾ ആകുവാനും ദൈവത്തിന്റെ വലിയ കൃപയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരിക്കൽ കൂടെ എല്ലാ ആശംസകളും അച്ഛനെ നേരുകയാണ്. മുന്നോട്ടുള്ള ജീവിത കാലഘട്ടത്തിലും അച്ഛൻ ഏറ്റെടുത്തതായ ജോലികള് ദൈവമുമ്പാകെ മാത്രം കണക്ക് ബോധിപ്പിക്കുവാൻ, ദൈവമുമ്പാകെ താൻ ചെയ്ത കാര്യങ്ങള് ദൈവത്തിൽ നിന്ന് അംഗീകാരം ലഭിക്കുവാൻ മാത്രം അച്ഛൻ ആഗ്രഹിക്കുന്നത് പോലെ ആ വലിയ അംഗീകാരം ദൈവം അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്രയും നാള് നമ്മുടെയൊക്കെ ഇടയിലായിരുന്ന് ശുശ്രൂഷിച്ച ഈ അച്ഛൻ്റെ ഈ സപ്തതിയുടെ ഈ നിറവിൽ വീണ്ടും ആയുസ്സും ആരോഗ്യം ദൈവം അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായി തന്നെ മുന്നോട്ട് പോകുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ താമ്പയിലെ വിശ്വാസികളെ ഉണ്ടാക്കിയ എന്നറിയുന്നത് മനോഹരമായ ഹോളാണത്. പണിത് നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇത്രയും ആൾക്കാർ വന്നിരിക്കുവാനും സഹകരിക്കാനും ഒക്കെ നമുക്ക് നല്ലൊരു സെന്ററായിട്ട് ഇത് ചെയ്യുവാനുള്ളതായ നിങ്ങളുടെ ഉദ്ദേശം, അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച വൈദികര്, അൽമായ ശ്രേഷ്ഠരെ, അവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഒരിക്കൽ കൂടെ ഇന്ന് ഈ സപ്തിയുടെ നിറവില് ഈ കുടുംബാംഗങ്ങളുടെ തൈക്കൂട്ടത്തിൽ കുടുംബാംഗങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്ന വൈദിക ശ്രേഷ്ഠരെ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള അവരുടെ സ്നേഹമാണ് അവരെ ഇവിടെ എത്തിച്ചത്. അച്ഛനെ ഞങ്ങൾ എല്ലാവരും പ്രത്യേകമായിട്ട് സ്നേഹിക്കുന്നു. എനിക്ക് പൗരോഹിത്യ ശുശ്രൂഷയിൽ അല്ലെ സഭയുടെ ഹൈരാർക്കിക്കൽ സിസ്റ്റം വെച്ച് ഞാൻ അച്ഛൻ്റെ മെത്രാപ്പോലിത്തയാണെങ്കിലും അച്ഛൻ്റെ ഒരു മകൻ്റെ പ്രായം മാത്രമേ എനിക്കുള്ളൂ. എങ്കിലും ഈ വന്യനായ അച്ഛൻ്റെ ഈ സപ്തതിയിൽ നിറഞ്ഞ മനസ്സോടുകൂടി നിൽക്കുവാൻ ദൈവമിടയാക്കി എല്ലാ നന്മകളും അച്ഛനെ നേരുകയാണ്. ദൈവം അച്ഛനെ അനുഗ്രഹിക്കട്ടെ. Thank you.
മച്ച് തിരുമേനി. അപ്പോൾ ഇന്ന് തിരുമേനി ഇപ്പം ഇന്ന് ലിവിങ്സ്റ്റൺ ന്യൂജേഴ്സിയിൽ നിന്നാണ് വന്നത്. അദ്ദേഹവും ഞങ്ങളുടെ സ്നേഹം ആ വരവിൽ കൂടി എത്രയും വളരെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഫാമിലി ഗെറ്റ് ടുഗറാണ്, ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് അല്ല. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ലൈറ്റായിട്ട് സംസാരിക്കുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇതിനെ നമുക്ക് മസിലൊന്നും പിടിക്കുന്നില്ല, വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. ഇത് സ്പോണ്ടേനിയസ് ആണ്, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതുപോലെ എൻ്റെ അനിയത്തിയുടെ, എൻ്റെ സഹോദരൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണ്. പുള്ളിക്കാരത്തിക്ക് 18-19 വയസ്സായി എന്ന് വിശ്വസിക്കുന്നു. ടീനേജ് കഴിയാറായി. അദ്ദേഹവും പുള്ളിക്കാരത്തിയും അമ്മായിയപ്പൻ്റെ കൂടെ ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചിരിക്കുകയാണ്. പിങ്കി മാത്യു. Dylan and Rolf, please come to the stage. Can you turn on the mics, please? ശ്രീ കോരുതും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഇപ്പോൾ ബർത്ത്ഡേ ഗാനം പാടുകയും നിങ്ങൾ അദ്ദേഹത്തോട് പ്ലീസ് ജോയിൻ ഹിം ഓൺ ബർത്ത്ഡേ സോങ് പ്ലീസ്. അമേരിക്കയിൽ ജനിച്ചു വളർന്ന കുട്ടികളുടെ ബർത്ത്ഡേ ആണ്. അപ്പൻ്റെ ബർത്ത്ഡേ ആയാലും വല്യപ്പൻ്റെ ബർത്ത്ഡേ ആയാലും അവർക്ക് വിഷയമല്ല. അവരെവിടെയോ ബാസ്കറ്റ് ബോൾ കളിക്കുകയോ. ഇതാണ് അമേരിക്കയുടെ പ്രത്യേകത. എന്ത് ചെയ്യാനാണ്? ദിസ് ഇസ് ദ വേ ഇറ്റ് ഈസ്. Oh, there it comes. ഇതെൻ്റെ ദൈവം തന്ന മൂത്ത് കൊച്ചുമാൻ, ആദ്യത്തെ കൊച്ചുമാനാണ്. അവൻ ദൈവത്തിൻ്റെ കരുണയാൽ അന്ത്യോക്യയുടെയും കിഴക്കൊക്കെയുടെയും പരിശുദ്ധനായ ഇഗ്നാത്യോസ് സഖാപ്രദൻ പാത്രീസ് ബാബയുടെ കൈകളാൽ തമ്പുരാൻ്റെ വലിയ കരുണയാൽ ഈ നമ്മുടെ NPT വെച്ച് പരിശുദ്ധ ബാബ മാമോസ കൊടുത്ത മകനാണ്. അവൻ ഇന്നലെ 14 വയസ്സ് തികഞ്ഞു. ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ നന്ദി പറയുന്നു, ദൈവത്തിന് സ്തോത്രം. എൻ്റെ രണ്ടാമത്തെ കൊച്ചുമകനാണ്, സൽമാൻ്റെ മകനാണ്. ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ തന്നെ ഇതിന് മാമോസ കൊടുത്തു. ഇത് എൻ്റെ മുത്തിൻ്റെ മകനാണ്. എൻ്റെ മക്കളുടേക്കും വലുതായി കാണുന്ന ഒരു മനുഷ്യനാണ് ഈ മുത്ത്. അവൻ്റെ മകനാണ്. ഇങ്ങോട്ട് മോശക്കാരനല്ല. ഇന്ന് തിരുമേനി അവനോട് ചോദിച്ചു, അപ്പച്ചനോട് പറഞ്ഞത് ഇല്ല, സീക്രട്ടായിട്ട് വെച്ചിരിക്കാന്ന് പറഞ്ഞു. അത്ര കാഞ്ഞ പൂണ്ടിയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. വേറൊരു കൊച്ചുമകൻ കൂടെ ഉണ്ട്, ഇവിടെ ഇല്ല, മൈസൂരിലാണ്. അവരെ കുടുംബം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഇതൊക്കെ പ്രായമായി വേണം, തന്നെ എടുത്ത് കഴിച്ചോളുക, ഞാൻ തരുന്നില്ല. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുകയാണ്. Bishop Eldo Marquitos, Your Eminence Sayud Mar Silvanos, Most Reverend Fathers, Father Matthew Thaikutam,
Kochama. Birthdays are by definition very significant in the individual's life, and so that it is cause for celebration by themselves or family or friends. Salmone, Trishur English എങ്ങനെയുണ്ട്? I know. കത്തോലിക്ക സഭയിൽ ഒരു പക്ഷേ താടി വയ്ക്കാത്തത് കൊണ്ട് എനിക്ക് ചെറുപ്പമാകാം, പക്ഷേ തൊപ്പി വയ്ക്കാത്തത് കൊണ്ട് എന്നും എനിക്ക് പ്രായമാണ്. ഞാൻ കാത്തിരിക്കുന്ന അഭിയന്ന പിതാക്കന്മാരെ ഒരു കാലത്ത്. പക്ഷേ പിന്നെ 70 എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയിൽ 70 ആകുക എന്ന് പറഞ്ഞാൽ കർദിനാൾമാരുടെ കൂട്ടത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ്. ഞാൻ 70 വയസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. ഗൂഗിൾ ചെയ്തപ്പോൾ അക്കോർഡിംഗ് ടു US സെൻസസ് ബ്യൂറോ അതിന് എഴുതിയിരിക്കുന്നത് those who have reached 70 they can expect 14 more years forward. ഒരു പക്ഷേ ഫാമിലിക്ക് സന്തോഷമാകാൻ സാധ്യതയുണ്ട്.